പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ദിവസം നടന്ന മാത്തമാറ്റിക്സ് യൂണിറ്റ് ടെസ്റ്റിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഗൂഗിൾ ഫോംസിൽ പരീക്ഷ എഴുതി പരിചയമില്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഗൂഗിൾ ഫോംസ് തുറക്കുക എന്നുള്ളതാണ്. നീല അക്ഷരങ്ങളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയൊരു വിൻഡോ തുറന്നു വരും. അതിൽ നിങ്ങളുടെ പേര് എഴുതാനുള്ള സ്ഥലമുണ്ട്. ക്ലാസ്, ഡിവിഷൻ, സ്കൂൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയതിന് ശേഷം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരിക. ചോദ്യം വായിച്ചു നോക്കുക. ഐഡൻറ്റിഫൈ ദ ഇൻസ്ട്രുമെൻ്റ് ഗിവൺ ഇൻ ദ പിക്ചർ. ഉത്തരം എന്ന് പറയുന്നത് ഈ ഉപകരണം ഏതാണ്? ദിസ് ഇൻസ്ട്രുമെൻ്റ് ഈസ് സെറ്റ് സ്ക്വയർ ആണ്. അപ്പോൾ സെറ്റ് സ്ക്വയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ടു ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഫോം ആൻ ആംഗിൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. പാഠപുസ്തകത്തിൽ അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. അതുകൂടാതെ നമ്മൾ പഠിച്ചതുമാണ്. രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ, ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു ആംഗിൾ, ഒരു കോൺ രൂപപ്പെടുന്നു. ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദെയർ ഇൻ ദ ഗിവൺ പിക്ചർ വിച്ച് ആർ റിട്ടൺ യൂസിങ് ഓൺലി സ്ലാൻഡഡ് ലൈൻസ്. സ്ലാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചരിഞ്ഞ വര. ചരിഞ്ഞ വരകൾ മാത്രം ഉപയോഗിച്ച്, ഓൺലി സ്ലാൻഡഡ് ലൈൻസ്, ചരിഞ്ഞ വരകൾ മാത്രം ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന എത്ര അക്ഷരങ്ങൾ ഈ ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നോക്കുക. വി, ഈ അക്ഷരം, അതുപോലെ ഡബ്ല്യു, അതുപോലെ എക്സ്. ഈ മൂന്ന് അക്ഷരങ്ങളാണ് ചരിഞ്ഞ വരകൾ മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള അക്ഷരങ്ങൾ കുത്തനെയുള്ള വരകൾ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ചരിഞ്ഞ വരകൾ മാത്രം ഉപയോഗിച്ചിരിക്കുന്നതാണ് ചോദ്യം. ആൻസർ 3 എന്നുള്ളതാണ്. ഹൗ മെനി ആംഗിൾസ് ആർ ദെയർ ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിൽ എത്ര ആംഗിളുകൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ചിത്രം നിരീക്ഷിക്കുക. ഈ വരയും കൂട്ടിമുട്ടുന്ന ഈ ഒരു കോൺ, ഈ വലിയ കോൺ, കൂടാതെ ഒന്നാമത്തെ വരയും രണ്ടാമത്തെ വരയും കൂട്ടിമുട്ടുന്ന ഈ ഒരു കോൺ, രണ്ടാമത്തെ വരയും മൂന്നാമത്തെ വരയും കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന ഈ ഒരു കോൺ, അങ്ങനെ 3 കോണുകളാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. അഞ്ചാമത്തെ ചോദ്യവും അതേപോലെ തന്നെ ഒരു ചോദ്യമാണ്. ഇവിടെ എത്ര കോണുകളാണുള്ളത്? ഇവിടെ ഈ ഒന്നാമത്തെ വരയും അവസാനത്തെ വരയും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഈ വലിയ കോൺ, ഒന്നാമത്തെ വരയും മൂന്നാമത്തെ വരയും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു കോൺ, ഒന്നാമത്തെ വരയും രണ്ടാമത്തെ വരയും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു കോൺ. അപ്പോൾ 3 കോണുകളായി. വീണ്ടും രണ്ടാമത്തെ വരയും മൂന്നാമത്തെ വരയും കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഒരു കോൺ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ രണ്ടാമത്തെ വരയും അവസാനത്തെ വരയും കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 5 ആംഗിളായി. വീണ്ടും ഈ വരയും ഈ വരയും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിൾ. അങ്ങനെ ടോട്ടൽ there are 6 angles in the picture. 1, 2, 3, 4, 5 and 6. There are 6 angles in this picture. Okay, next question. How many angles are there in this picture? ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നില്ല. അത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഇവിടെ നമ്മൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടോപ്പിക്സ് ആണ് പഠിക്കുക. ഇൻറ്റീരിയർ ആംഗിളാണ്. ഇവിടെ ഈ ഒരു ചതുരത്തിൽ 1, 2, 3, 4, അതുകൂടാതെ ഈ ചതുരത്തിൽ 5, 6, 7, 8 ആംഗിൾ കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഈ വരയും കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. അത് 9ാമത്തേതായിട്ടും ഈ ആംഗിൾ 10ാമത്തേതായിട്ടും എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ 10 ആംഗിൾസ് ആർ ദെയർ ഇൻ ദ പിക്ചർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അതേപോലുള്ള ക്വസ്റ്റ്യൻ ആണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ആംഗിൾ ഇൻ ദ ഗിവൺ പിക്ചർ? PA എന്ന വരയും AC എന്ന വരയും കൂട്ടിമുട്ടുമ്പോൾ, എന്ന ലൈനും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ആംഗിളിൻ്റെ പേര്, എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിളിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ എങ്ങനെയാണ് പേര് വിളിക്കുക? ആംഗിൾ PAC എന്നാണ് ഇതിൻ്റെ പേര്. ആംഗിൾ PAC ആണ് ഈ ആംഗിൾ. കാരണം എന്താണ്? ലൈൻ PAയും ലൈൻ AC-യും ജോയിൻ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആംഗിൾ ആയതുകൊണ്ടാണ് ആംഗിൾ PAC ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇതാണ് കറക്റ്റ് ആൻസർ. എട്ടാമത്തെ ചോദ്യം.
Identify the geometrical shape in the picture. How many sides are there? 1, 2, 3, 4, 5, 6 and 7. So 7 സൈഡ് ഉള്ള ജിയോമെട്രിക്കൽ ഷേപ്പിന് പറയുന്ന പേര് സെപ്റ്റഗൺ എന്നുള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഈസ് ക്രിയേറ്റഡ് ബൈ മാർക്കസ് ഹോവൻ വാട്ടർ. അതാണ് കറക്റ്റ് ആൻസർ. 10th ക്വസ്റ്റ്യൻ. ഹൗ മെനി ആംഗിൾസ് ആർ ദെയർ ഇൻ ദിസ് പിക്ചർ? 9 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 1, 2, 3, 4, 5, 6, 7, 8 and 9. അങ്ങനെ 9 ആംഗിൾസ് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഇത്രയും ആൻസറിൻ്റെ കറക്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യൂ സ്കോർ എന്ന ഒരു ബട്ടൺ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ സ്കോർ കാണാനായിട്ട് സാധിക്കും. പരീക്ഷ എഴുതിയിട്ട് മുഴുവൻ മാർക്കും കിട്ടാതിരുന്ന എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി പരീക്ഷ എഴുതാവുന്ന രീതിയിൽ ഈ പരീക്ഷ ക്രമീകരിച്ചിട്ടുണ്ട്. സംശയമുള്ളവരെല്ലാം പരീക്ഷ ഒരിക്കൽ കൂടി എഴുതി നോക്കുക. താങ്ക് യു.